മലബന്ധം വലിയൊരു വിഷയമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. കാരണം ഇത് നമ്മുടെ ഒരു ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് പലരുടെയും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു മലശോധന ഇല്ലെങ്കിൽ ആ ദിവസം പോക്കാം, ശരിയല്ലേ? എനിക്കങ്ങനെ തോന്നാറുണ്ട്. നന്നായിട്ട് ഒന്ന് വയറൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ഞാൻ വർഷങ്ങൾക്ക് നേരത്തെ ഇത് തുടക്കത്തിൽ തന്നെ ഒരു 2 വർഷത്തിന് മുന്നേ മലബന്ധത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അത് വൈറൽ വീഡിയോ ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു അവസ്ഥയിൽ നിന്നിപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഒത്തിരി അവയർനെസ് കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് ഇപ്പോൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ ഒരുവിധം ഐഡിയ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഇന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു 2-3 സ്റ്റെപ്സിലൂടെ നമുക്ക് മലബന്ധം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് തരുന്നത്. അപ്പോൾ അതിൽ 2 കാര്യം പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കണം. പലരും ഈ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ മറന്നുപോകും. എന്നിട്ട് ചിലതൊക്കെ കഴിക്കുന്നുണ്ട്, അതോടൊപ്പം ഈ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ കൂടെ കഴിക്കും. അങ്ങനെയാണ് ഈ വിഷയം വരുന്നത്. അപ്പോൾ അത് ഒന്ന് ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറൻസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അതിനൊരു ക്ലാരിറ്റി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളും കഴിക്കേണ്ട കാര്യങ്ങളും എന്നുള്ള 2 ഡിവിഷനാണ്. അപ്പോൾ ഒഴിവാക്കേണ്ട കാര്യം നമ്പർ 1 നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ എപ്പോഴും പറയാറുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. കോഴിമുട്ടയും കോഴിയിറച്ചിയും. അത് സത്യമാണ്. നമ്മളിപ്പോൾ ഞാനിവിടെ തന്നെ കീറ്റോജനിക് ഡയറ്റ് പലർക്കും പറഞ്ഞു കൊടുക്കും. കീറ്റോജനിക് ഡയറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ മീനും മുട്ടയും ഇറച്ചിയുമാണ്. അപ്പോൾ ഈ മുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ 2-3 മുട്ട കഴിച്ചോ രാവിലെ എന്ന് പറയും. അപ്പോൾ അത് കോഴിമുട്ടയാണോ താറാമുട്ടയെന്നൊന്നും നമ്മൾ പറയത്തില്ല, മുട്ട കഴിച്ചോളൂ. അതുപോലെ തന്നെ ഇറച്ചി എന്ന് പറയുമ്പോൾ കോഴി ഇറച്ചി കഴിക്കാം. എല്ലാവർക്കും എളുപ്പമുള്ളത് അത് തന്നെയാണ്. മട്ടണും ബീഫും അല്ലല്ലോ. എപ്പോഴും കൂടുതൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് കോഴി ഇറച്ചിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പലരും ഇതുപോലെ കഴിച്ചിട്ട് പൈൽസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഈ പൈൽസുമായി ബന്ധപ്പെട്ട് ഈ കോഴി ഇറച്ചിക്കും കോഴിമുട്ടയ്ക്കും അതുപോലെ മലബന്ധത്തിനും ഒരു ചെറിയൊരു റിലേഷൻ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും താറാമുട്ട കഴിക്കുന്നവർക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ കോഴിമുട്ടയും കോഴി ഇറച്ചിയും ചൂടാണ്. അതിന് ഈ ഓരോ ആഹാരത്തിനും ഒരു ചൂട് തണുപ്പെന്നുള്ളതുണ്ട്. അങ്ങനെ ഈ ചൂടായിട്ടുള്ള ആഹാരം എപ്പോഴും ഈ പൈൽസ് അതല്ല എങ്കിൽ കോൺസ്റ്റിപ്പേറ്റിംഗ് ആണ്, അതായിരിക്കണം ഈ ഇത് വരുന്നത്. പക്ഷേ താറാമുട്ടയാകുമ്പോൾ അത് ഈ വെള്ളത്തിൽ കിടക്കുകയല്ലേ, വെള്ളത്തിൽ കിടന്ന് വളരുന്ന താറാവിൻ്റെ വളരുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും വെള്ളത്. അങ്ങനെ വരുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു തണുത്ത ടെമ്പറേച്ചർ എന്ന് പറയാൻ തൊടുമ്പോഴുള്ളതല്ല, അല്ലാതെ നമ്മളുടെ ആ ഭക്ഷണത്തിന് അകത്തുള്ള ചൂട് തണുപ്പെന്ന് പറയുന്ന ഗ്രൂപ്പിൽ അത് തണുത്ത തരത്തിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കാം അങ്ങനെ. അപ്പോൾ പലരും താറാമുട്ടയിലേക്ക് മാറുമ്പോൾ അത് മാറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം ശരിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത്. നമ്പർ 1 കോഴിമുട്ട കോഴിയിറച്ചി മാറ്റുക, പകരം താറാമുട്ട പകരം കഴിക്കേണ്ടത് പിന്നെ നമുക്ക് അതിലോട്ടും മാറ്റി പറയാം. പിന്നെ അതിനോടൊപ്പം ചായ കാപ്പി വളരെ പ്രധാനമാണ് മലബന്ധത്തിന്. നന്നായിട്ട് മലമുറുക്കുന്ന ഒരു കാര്യമാണ് ചായയും കാപ്പിയും. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളും ഒരു പരിധിവരെ. പിന്നെ ചിലപ്പം ഈ പാലുൽപ്പന്നങ്ങളിൽ ഈ ബട്ടർ അതുപോലെ ഗീ വളരെ നല്ലതാണ്. നെയ്യ് നല്ലതാണ് കേട്ടോ. പക്ഷേ ബട്ടറും ചീസും എല്ലാം തന്നെയും ഒരു പരിധി വരെ ശരിക്കും പറഞ്ഞാൽ പാലിന് പ്രശ്നക്കാരനായിരിക്കും. ചിലപ്പോൾ മലമുറുക്കും. പക്ഷേ ബട്ടറും അതുപോലെ ചീസും ക്രീമും അതുപോലെ നെയ്യും കുറച്ച് മലം ലൂസാക്കി കൊടുക്കുന്ന അതൊരു മയം കിട്ടുമല്ലോ, കൊഴുപ്പല്ലേ, ആ ഒരു രീതിയിലേക്ക് പോകുമ്പം മലബന്ധം കുറയ്ക്കാൻ അത് സഹായിക്കുന്നതാണ്. അപ്പം പാല് മാത്രം കുറച്ച് മലബന്ധം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം അങ്ങോട്ട് ഒഴിവാക്കുക. പിന്നെ നമുക്ക് മലബന്ധം ഉണ്ടാക്കുന്ന സംഭവം ബേക്കറി ഐറ്റംസ് എന്താണെങ്കിലും മലബന്ധത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പലർക്കും ഇപ്പം ഗോതമ്പ് ഉൽപ്പന്നങ്ങളും നന്നായിട്ട് മലബന്ധം ഉണ്ടാക്കുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കുക. ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ആഹാരങ്ങളെല്ലാം തന്നെ മലബന്ധം ഉണ്ടാക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ ചായയും കാപ്പിയും അല്ലേ, അതും പ്രശ്നമാണ്. പിന്നെ വേവിച്ച ഭക്ഷണങ്ങൾ പൊതുവെ മലബന്ധത്തിന് കാരണമാകും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പച്ചക്കറി ഏത് പച്ചക്കറി നമ്മൾ വേവിച്ച് കഴിക്കുമ്പോഴും ആ നാരുകൾ നഷ്ടപ്പെടുകയാണ് അതിനകത്ത്.
അപ്പോൾ മാക്സിമം നാരുകൾ പോകും. പിന്നെ ഇൻസോലുബിൾ ഫൈബർ മാത്രം കുറച്ച് കാണും, സോലുബിൾ ഫൈബേഴ്സ് ഒട്ടുമേ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേവിച്ച ഭക്ഷണങ്ങൾ ഒന്ന് കുറയ്ക്കുന്നത് എല്ലാം കൊണ്ടും ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ, മലബന്ധമുള്ളവർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയുമൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ട ഒരു ലിസ്റ്റ് കിട്ടി. ഇനി അടുത്തത് കഴിക്കേണ്ടവ എന്തൊക്കെയാണ്? മലബന്ധമുള്ളവർ കഴിക്കേണ്ടത്. പൈൽസ് ഉള്ളവർ, മലബന്ധവും പൈൽസും ഞാൻ ഒരുമിച്ചാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പൈൽസ് ഉള്ളവർ എന്തൊക്കെ കഴിക്കാം? നമ്പർ 1 നെയ്യ് വളരെ നല്ലതാണ്. നെയ്യ് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എല്ലാ ദിവസവും ഭക്ഷണത്തിന് മുന്നേ ഒന്ന് കഴിക്കുന്നത് വളരെ നല്ലത്. 1-2 പ്രാവശ്യം കഴിക്കുന്നത് നല്ലതാണ്. അപ്പം എല്ലാവരും എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, നെയ്യ് കൊളസ്ട്രോൾ വരില്ലേ എന്ന് പറയും. കൊളസ്ട്രോളും നെയ്യുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ ടെൻഷൻ ആവണ്ട. കൊളസ്ട്രോൾ വരുന്ന മുഴുവൻ അന്നജത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കുക. നെയ്യ് ശരിക്കും ഫാറ്റാണ്, പക്ഷേ അത് കൊളസ്ട്രോളിലേക്ക് പോകാതെ അത് വളരെയധികം മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പാവശ്യമാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് അത് നമ്മൾ ശരീരത്തിനകത്ത് ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന കൊളസ്ട്രോൾ വെറും 10% നമ്മുടെ ശരീരത്തിലേക്ക് 90% കൊളസ്ട്രോൾ നമ്മൾ ലിവറിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നെയ്യിൽ വഴറ്റി കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ് മലബന്ധം കുറയ്ക്കാൻ, പൈൽസ് കുറയ്ക്കാൻ. പിന്നെ ഈ ഫൈബർ കണ്ടൻ്റുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മലബന്ധം ഒഴിവാക്കാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് സാലഡുകൾ തന്നെയാണ്. സാലഡിൽ ഞാൻ ഒരു പിക്കിൾഡ് സാലഡ് വീഡിയോ നമ്പർ 315 ചെയ്തിട്ടുണ്ട്. അത് സർവ്വരോഗ സംഹാരിയായ ഭക്ഷണം നിമിഷങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞ്. പിക്കിൾഡ് അതായത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കോവയ്ക്ക, ഇത് മൂന്നും ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു കുപ്പിക്കകത്തിട്ട് അതിനകത്തേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളവും ഒഴിച്ച് ലേശം ഉപ്പ് വിട്ട് 2 ദിവസം പുറത്ത് ചുമ്മാ അത് നോർമൽ ടെമ്പറേച്ചർ വെച്ചിട്ട് അപ്പോഴത്തേക്ക് അതൊരു നല്ല പുളിപ്പും നല്ലൊരു മധുരവുമായിട്ടുള്ള ഒരു വെള്ളമാണ് അതിലുണ്ടാവുന്നത്. ഫെർമെൻറ്റേഷൻ നടന്നു കഴിയുമ്പം അത് ഫ്രിഡ്ജിൽ വയ്ക്കുക. പിന്നെ എല്ലാ ദിവസവും ഇത്ര വീതം എടുത്ത് ഒരു കൈപ്പിടി എടുത്ത് സാധാരണ ഒരു സാലഡിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലബന്ധം ഒരു പരിധിവരെ മാറ്റാൻ പറ്റും. 2-3 നേരം അങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ ഇൻസോലുബിൾ ഫൈബർ വന്ന് 2 രീതിയിൽ പച്ചക്കറികൾക്കകത്തും പഴവർഗ്ഗങ്ങൾക്കകത്തും നാരുകളുണ്ട്. ഈ ഇൻസോലുബിൾ ഫൈബർ വെള്ളം വലിച്ചെടുത്ത് വീർത്തിട്ട് നമ്മുടെ മലം കൂടുതലായിട്ട് ബൾജ് ചെയ്ത് കിട്ടും. അതായത് ബൾജ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ മലം കൂടുതലായിട്ട് പോകാൻ അത് സഹായിക്കും. വെള്ളം വലിച്ചെടുക്കുന്നത് ഇൻസോലുബിൾ ഫൈബേഴ്സാണ്. അപ്പോൾ ഈ മോഷൻ്റെ ആ ഒരു ഫോർമേഷൻ ഏറ്റവും സഹായിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇൻസോലുബിൾ ഫൈബറിൻ്റെ കലവറയാണ് നമ്മുടെ പച്ചക്കറികൾ, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങളുണ്ട്. പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? അവക്കാഡോ, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ചീപ്പായിട്ടുള്ള പേരയ്ക്ക, നമ്പർ 1 ഈ നാരുകൾക്ക്. പിന്നെയുള്ളത് സപ്പോട്ട എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതും അതുപോലെ തന്നെ. പിന്നെ ഉള്ളത് കസ്റ്റാർഡ് ആപ്പിൾ. ഇപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന കസ്റ്റാർഡ് ആപ്പിൾ കണ്ടിട്ടില്ല? ഇപ്പോൾ ഈ ഇടയ്ക്ക് ഭയങ്കര സീസണാണ്. ഏറ്റവും നല്ലതാണ് മലം പോകാൻ. അതിനകത്ത് നിറയെ ഈ നാരുകൾ നന്നായിട്ടുണ്ട്. ഇൻസോലുബിളാണ് കൂടുതലും സോലുബിളിനേക്കാളും. അപ്പം അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ ആപ്പിളിനുണ്ട്, പിന്നെ പേറിലുണ്ട്, പീച്ചങ്ങ. അതുപോലെ പച്ചക്കറികൾക്കകത്താണ് ഏറ്റവും കൂടുതലുള്ളത്. പച്ചക്കറികൾക്കകത്തുള്ള ഇൻസോലുബിൾ ഫൈബറിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ഞാനന്ന് നേരത്തെ ചെയ്തിട്ടുള്ള മലബന്ധത്തിൻ്റെ ആ വീഡിയോയിൽ ഡോക്ടർ ലളിത അപ്പക്കുട്ടൻ കോൺസ്റ്റിപ്പേഷൻ എന്നിട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഒരു നല്ല സൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നാടൻ പച്ചക്കറികളാണ് മുഴുവനും ചേർത്തിട്ടുള്ളത്. നാടൻ പച്ചക്കറികൾക്കകത്ത് എന്താണ്? നിറയെ നാരുകളാണ്. നമ്മൾ ഈ നാട്ടിൻ പുറത്ത് വേണ്ടാന്ന് പറഞ്ഞ് കളയുന്ന വെണ്ടയ്ക്ക, പടവലങ്ങ, പാവയ്ക്ക, വെള്ളരി, തക്കാളി, അതുപോലെ പീച്ചങ്ങ, കോവയ്ക്ക, അമരപ്പയർ, വഴുതനങ്ങ, കത്തിരിക്ക, അടിപൊളിയായിട്ട് നാരുകളുണ്ട്. ഈ നാരുകളാണ് നമ്മൾക്ക് ശരീരത്തിൻ്റെ ചൂലുകൾ, ഈ വയറിനകത്ത് ക്യാൻസർ വരാതിരിക്കാൻ ഏറെ സഹായിക്കുന്നതാണ് ഈ നാരുകൾ. കാരണം അവിടെ ശുദ്ധമാവും. ഈ നാരുകൾ ചെല്ലുമ്പോൾ ഈ വേണ്ടാത്ത ഗാർബേജിനെ എല്ലാം എടുത്തു കളയാനായിട്ട് ഈ നാരുകൾ സഹായിക്കും. അപ്പോൾ അങ്ങനെ വയറ് ശുദ്ധമാക്കാൻ, വയറ് വൃത്തിയാക്കാൻ, ക്യാൻസർ വരാതിരിക്കാൻ ഏറെ സഹായിക്കുന്നതാണ് ഈ നാരുകൾ. അപ്പം നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കേണ്ട പച്ചക്കറികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മുരിങ്ങയ്ക്കയും അതിൻ്റെ ഗ്രൂപ്പിലാണ്. അതുപോലെ ഇലക്കറികളിലും മുരിങ്ങയില, ചീരയില,
പിന്നെ ഏതൊരിലയും മത്തനില, കുമ്പളത്തില എല്ലാം തന്നെ, അതുപോലെ ചേമ്പില, ഇവയൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നിറയെ നാരുകളുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ പറയുന്ന ഈ കറികളുടെ ഈ സൂപ്പിൻ്റെ കാര്യം അത് ഒരു പ്രയാസമുള്ളതല്ല. ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഇപ്പോൾ പറഞ്ഞ പച്ചക്കറികൾ മിക്കവാറും എല്ലാം നമുക്ക് അരിഞ്ഞ് ചേർക്കാം. അതിനോടൊപ്പം ഇച്ചിരി പയറിടുക, എന്നിട്ട് കുറച്ച് എന്താ പറയുക വെള്ളം ഒഴിക്കുക, പിന്നെ മത്തങ്ങ അതിനോടൊപ്പം ചേർക്കാം. ഇതെല്ലാം കൂടെ വേവിച്ചിട്ട് വെന്തതിന് ശേഷം കുക്കറിലിട്ടങ്ങ് വേവിക്കണം. വേവിച്ച് വെന്തതിന് ശേഷം കുക്കർ തുറന്നിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് ചിയാ സീഡ് വിട്ട് ഇത്തിരി വെർജിൻ ഓയിൽ ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പം ഞാൻ ഈ മലബന്ധത്തിൽ നമ്പർ 1 ആയിട്ട് പറയേണ്ടത് ഈ ഇൻസോലബിൾ ഫൈബേഴ്സ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിക്കേണ്ട രീതി ഇതേ രീതിയിൽ സൂപ്പായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധം പോകാതെ മാറാൻ 100% അതൊരു കാരണമാണ്. മലബന്ധം മാറിയിരിക്കും. പിന്നെ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ചിയാ സീഡ് അത് സോലുബിൾ ഫൈബേഴ്സ്. ഇനി ഇപ്പോൾ ഇൻസോലുബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിയാത്ത നാരുകളുടെ പ്രസക്തിയും അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി വെള്ളത്തിൽ അലിയുന്ന നാരുകളുണ്ട്, സോലുബിൾ ഫൈബേഴ്സ്. അതിൻ്റെ പ്രസക്തി ഏറെയാണ്. കാരണം നമ്മളുടെ ഈ മലബന്ധം മാറാനായിട്ട് ഏറെ ആവശ്യമാണ് മലം ഫോർമേഷനെ. നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മളുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതായത് വൻകുടലിനകത്താണ് ഈ മലമെല്ലാം ഫോം ചെയ്യുന്നത്. ഫോം ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? മൈക്രോഫ്ലോറ. ഈ മൈക്രോഫ്ലോറയുടെ ഭക്ഷണം ആരാണ്? സോലുബിൾ ഫൈബേഴ്സ്. ഈ സോലുബിൾ ഫൈബേഴ്സ് അവിടെ ചെന്നിട്ട് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡായിട്ട് മാറും. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡാണ് നമ്മളെ മൈക്രോഫ്ലോറയ്ക്കുള്ള ഭക്ഷണം. ആ സൂക്ഷ്മാണുക്കൾ, നമ്മുടെ വൻകുടലിനകത്തിരിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ ഭക്ഷണം എന്താണ്? ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്. അപ്പോൾ ഇത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതിന് വളരെ താല്പര്യമാകും. അപ്പോൾ എന്ത് പറ്റും? ഈ സോലുബിൾ ഫൈബേഴ്സ് അവിടെ കൊടുത്തിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? ഇപ്പോൾ പറഞ്ഞ പല പച്ചക്കറികളിലും ഉണ്ട്, പഴങ്ങളിൽ നമ്മുടെ പേരക്കയിലുണ്ട്, അവക്കാഡോയിലുണ്ട്, കസ്റ്റാർഡ് ആപ്പിളിലുണ്ട്, എല്ലാത്തിലും ഈ സോലുബിൾ ഫൈബേഴ്സ് ഉണ്ട്. ആപ്പിളിലുണ്ട്. അതോടൊപ്പം ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ് അവയ്ക്കകത്തൊക്കെ വളരെ കൂടുതലാണ്. അതോടൊപ്പം നട്ട്സ്, സീഡ്സ്, നമ്മൾ നട്ട്സ് എല്ലാം പറയുന്നില്ലേ, പംകിൻ സീഡ്, മെലൻ സീഡ്, ഫ്ലാക്സ് സീഡ്, നട്ട്സ് വർഗ്ഗങ്ങൾ, പിസ്ത, എല്ലാത്തിലും സോലുബിൾ ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി അതും കുറേശ്ശെ വീതം അത് കഴിക്കണം. പിന്നെ ഈ സൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ വെർജിൻ ഓയിൽ ഒഴിക്കണമെന്ന് പറഞ്ഞില്ലേ, അതെന്തിനാണ്? അത് ഇതിനേക്കാൾ ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഭക്ഷണത്തിനകത്തുള്ള ആ ഒരു എന്താ പറയുക ഒരു കൺസിസ്റ്റൻസി മാറ്റാൻ ഏറെ സഹായിക്കും. അതുപോലെ തന്നെ മോഷൻ സ്മൂത്തായിട്ട് പോകാനും അത് സഹായിക്കും. നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെർജിൻ ഓയിൽ, ഞാൻ മിക്കവാറും എല്ലാ ദിവസവും രാത്രി ഒരു 10 ml കുടിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏറെ സഹായിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് മലബന്ധം മാറാൻ വേണ്ടി വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കുറയാൻ പാടില്ല. കാരണം നമ്മൾ കുടിക്കുന്ന 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് വെറും 200 ml വെള്ളമാണ് ഈ വൻകുടലിലേക്ക് പോകുന്നത്. ബാക്കിയെല്ലാം മൂത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ 200 ml വെള്ളം പോരാ. നമ്മൾ 3 ലിറ്ററെങ്കിലും കുടിക്കുമ്പോഴാണ് നമുക്കൊരു 600 ml വെള്ളം കിട്ടുന്നത്. അത്രയും വെള്ളം കിട്ടിയാൽ മാത്രമേ മലം ലൂസായിട്ട് പോകാൻ സഹായിക്കുകയുള്ളൂ. മലബന്ധം മാറാൻ ഏറെ ആവശ്യമാണ് വെള്ളം. അത് നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ ഇപ്പോൾ ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ടല്ലോ, മലബന്ധം എങ്ങനെ ഒഴിവാക്കാം, എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഒഴിവാക്കണം, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, ഇരിക്കരുത്. എപ്പോഴും ഇരുന്നുകൊണ്ട് പണി ഇരിക്കേണ്ടി വരും. എങ്കിലും കഴിയുന്നത്രയും നമ്മൾ നടക്കുക, വ്യായാമം ചെയ്യുക, ഓടുകയോ ഒക്കെ വേണം. എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി കിട്ടാനേ അതൊക്കെ ഒന്ന് അനങ്ങണമല്ലോ. രാവിലെ എണീറ്റിട്ട് നേരെ ബാത്റൂമിൽ പോകാതെ, ടോയ്ലറ്റിൽ പോവാതെ കുറച്ച് നടക്കുക, കുറച്ച് ഓടുക. പിന്നെ അബ്ഡോമിനൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മലബന്ധം കുറയാൻ. അതിൽ ഈ കപാൽഭാതി എന്ന് പറഞ്ഞ ഒരു പ്രാണായാമമുണ്ട്. അതിങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് വരണം. അത് ഈ നെഞ്ചിൻ്റെ ഭാഗം കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള കപാൽഭാതി, അതൊക്കെ വീഡിയോ നന്നായിട്ടുണ്ട് ഇതിനകത്ത്. അത് നോക്കിയിട്ട് നിങ്ങളത് ചെയ്യുക. കപാൽഭാതി ചെയ്യണം. മലം പോകാത്തവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലബന്ധത്തിന് മാറ്റാൻ ഏറെ സഹായിക്കുന്ന ഒരു പ്രാണായാമ പ്രക്രിയയാണത്. അതോടൊപ്പം വയറിനകത്ത് ഈ അബ്ഡോമിനൽ നമ്മുടെ വയറിൻ്റെ അവിടെയുള്ള ഒരുതരം ബ്രിഡ്ജ് എക്സസൈസ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അവിടെയും നമുക്ക് ഈ വയറിൻ്റെ മസിൽസാണ് വർക്ക് ചെയ്യുന്നത്. അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു അബ്ഡോമിനൽ എക്സസൈസാണ്. അപ്പോൾ ഇങ്ങനെ
കുറേ കാര്യങ്ങൾ, ഇപ്പം പല കാര്യങ്ങളുണ്ട്, എക്സസൈസ്, വെള്ളം, അതുപോലെ ഭക്ഷണങ്ങൾ, ഇവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത ശൈലി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും മലബന്ധം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മാറാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, ഡയബറ്റിക് ന്യൂറോപ്പതി. പ്രമേഹം വന്നു കഴിയുമ്പം ഞരമ്പുകളെല്ലാം ബലഹീനമാവും. ഞരമ്പില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. ഈ മോട്ടിലിറ്റി, മസ്കുലർ മോട്ടിലിറ്റിയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഞരമ്പുകൾ. അപ്പം അത് അതിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് പ്രമേഹത്തിൽ ഉണ്ടാകുന്നത്. പ്രമേഹം അനിയന്ത്രിതമായാൽ, കൺട്രോൾ ഇല്ലാതെ പോയാൽ എല്ലാ നെർവ്സിനും ന്യൂറോപ്പതി ഉണ്ടാവും, ബലഹീനത ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മലബന്ധവും 100% പോസിബിളാണ്. അപ്പോൾ അതിന് മലബന്ധം ഉണ്ടാകുന്ന ഒരു പ്രക്രിയ ഒരു ഡയബറ്റിക് പേഷ്യൻസിനുണ്ടെങ്കിൽ അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയും അതിൻ്റെ കാര്യമാണോ എന്ന് നോക്കുകയും വേണം. പിന്നെ മലബന്ധം വരുന്ന വേറൊരു കണ്ടീഷനുണ്ട്, ക്യാൻസർ ഉള്ളവർ, വയറിനകത്ത് കുടലിൽ ക്യാൻസർ, വൻകുടൽ ക്യാൻസർ, മലബന്ധം വളരെ കൂടുതലായിരിക്കും അവർക്ക്. മലം പോവുകയില്ല, എന്ത് ചെയ്താലും മലം പോവില്ല, ഒരിക്കലും മലം പോവില്ല. അപ്പോൾ അങ്ങനെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രൊലോങ് ആയിട്ട് ഒരു മലബന്ധം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊരു CT സ്കാനോ അല്ലെങ്കിൽ MRI സ്കാനോ എടുത്ത് തന്നെ നോക്കണം. അല്ലെങ്കിൽ ഒരു കൊളോണോസ്കോപ്പി, നമ്മുടെ റെക്ടൽ ഏരിയയിൽ കൊണ്ടുപോയി നോക്കുന്ന ഒരു സ്കോപ്പാണത്, കൊളോണോസ്കോപ്പി എന്ന് പറയും. അപ്പോൾ മലബന്ധത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കിങ്ങനെ സ്കോപ്പ് നോക്കിക്കൊണ്ട് അതിലൂടെ നോക്കുമ്പം അവിടെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റും. പിന്നെ എൻഡോസ്കോപ്പി, ഇപ്പുറത്തൂടെയുള്ള എൻഡോസ്കോപ്പി, വായിക്കൂടെ ചെയ്യുന്നത്. ഇവയൊക്കെ ടെസ്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഇതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. വൻകുടലിലെ ക്യാൻസർ മലബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വൻകുടലിലെ ക്യാൻസർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം തന്നെയാണ് മലബന്ധം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഗൗരവ ബുദ്ധിയോടുകൂടി അത് കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. ചിലർക്ക് ഒരു ദിവസം പോകും, പിറ്റേ ദിവസം പോകില്ല, അങ്ങനെയുണ്ട്. അത് അത്ര ഒരു വലിയൊരു വിഷയമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മലബന്ധം ഉള്ളവർക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി കാണേണ്ടതുമാണ്. അപ്പം ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.